പ്രിയപ്പെട്ടവരെ, ഏറ്റവും മുൻപായി അനൗൺസ്മെന്റ് വാഹനം അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ മൂന്നാം വരവ് ആർത്തവിന് കാത്തിരിക്കുന്ന ഒരു നാടിന്റെ വികാരമായി ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഒരു വികാസമായ സഖാവ് ടി.പി. രാമകൃഷ്ണൻ നയിക്കുന്ന നക്ഷത്രം ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ അഭിമാന ചിഹ്നമായ ചുറ്റികരുവായി നക്ഷത്രമടയാളത്തിൽ ഇടതുപക്ഷത്തിന്റെ വികാസമായ സഖാവ് ടി.പി. രാമകൃഷ്ണനെ ചരിത്ര വിജയം സമ്മാനിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പേരാമ്പ്രയുടെ സമാനതകളില്ലാത്ത ചരിത്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആർത്തരം എന്ന മുന്നേറ്റമായി റോഡ് ഷോ നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ ഈ ജാഥയുടെ പിറകിലാണ് അണിനിരക്കേണ്ടത്. സമാനതയില്ലാത്ത നിരവധി വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവിടെ നടപ്പിലാക്കിയ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ തിളക്കമായി ഒക്കെ പ്രദർശിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. 24 തെരഞ്ഞെടുപ്പാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചടി ഉണ്ടായി. അന്ന് ഒരു സീറ്റിലാണ് LDF ജയിച്ചത്, ആലപ്പുഴ മാത്രം. ബാക്കിയെല്ലാം തോറ്റു. വടകരയിലും തോറ്റു, കോഴിക്കോടും തോറ്റു, എല്ലാം തോറ്റു. അത് കഴിഞ്ഞ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ഒരു കൊല്ലം കഴിയുമ്പോൾ ആരാ ജയിച്ചത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ തിളക്കമായി വന്ന കോൺഗ്രസിനോ UDF-നോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ തോൽപ്പിക്കാൻ സാധിച്ചോ? ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് 21 LDF നേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടാണ്. ഇത് കേരളത്തിലെ ഭരണം ആര് കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 25 നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ 24 തെരഞ്ഞെടുപ്പ് വിധിയെ അടിസ്ഥാനപ്പെടുത്തിയല്ല ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഒരിക്കൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേറ്റാൻ തയ്യാറെടുത്തു നിൽക്കുകയാണ് കേരളത്തിലെ ജനത എന്നതാണ് കേരളത്തിലുടനീളമുള്ള അനുഭവം. വയറും നിറയും എണ്ണ കാലുമത്തേക്കുകയും ചെയ്യാം. മുസ്ലിം നാമധാരികളായ ഇടതുപക്ഷക്കാരെ കൊന്നാൽ മുസ്ലിങ്ങളെ കൊന്നതായും കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നതായും ആഹ്ലാദിക്കാം. അങ്ങനെയുള്ള RSS-നെതിരായി, വർഗീയ ശക്തികൾക്കെതിരായി അതിശക്തമായ നിലപാടെടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ
ഈ മണ്ഡലത്തിലെ ധീരനായ നായകനായ ടിപിയെ കുറിച്ച് തെരഞ്ഞെടുപ്പിൽ 2 വോട്ട് കിട്ടാൻ വേണ്ടി കള്ളപ്രചാര വേലയും വന്നാൽ ടിപി അറിയാവുന്ന, ഇടതുപക്ഷത്തെ അറിയാവുന്ന, മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അരുംകൊല ചെയ്യുന്ന, ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, വിചാരധാരയിൽ 1-ാം നമ്പർ ശത്രുവായി മുസ്ലിങ്ങളെ പ്രഖ്യാപിച്ചിട്ടുള്ള RSS പ്രത്യയശാസ്ത്രക്കാർക്കെതിരായി വിരിമാറുയർത്തി രക്തസാക്ഷിത്വങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തി 2 വോട്ട് വളഞ്ഞ വഴിയിൽ ആട്ടിടപ്പട്ടിയാക്കി പകലിനെ രാത്രിയാക്കി കള്ളം കൊണ്ട് ആളുകളുടെ കണ്ണുകെട്ടി നേടാമെന്ന് വ്യാമോഹിക്കുന്നവരെ, നിങ്ങൾ ഈ പേരാമ്പ്രയുടെ ചരിത്രം അറിയില്ല, കേരളത്തിന്റെ ചരിത്രം അറിയില്ല, ഭാരതത്തിന്റെ ചരിത്രം അറിയില്ല, ലോകത്തിന്റെ ചരിത്രം അറിയില്ല. അവിടെയെല്ലാം മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരും യഥാർത്ഥത്തിൽ ഇടതുപക്ഷക്കാരാ. അതിന് സാർവദേശീയ രാഷ്ട്രീയം പറയണം, ദേശീയ രാഷ്ട്രീയം പറയണം, കേരള രാഷ്ട്രീയം പറയണം. എന്റെ 2 മിനിറ്റ് കഴിഞ്ഞു. ഒറ്റ കാര്യം ഞാൻ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി, അദ്ദേഹവും മനുഷ്യനാണല്ലോ, രക്തവും മജ്ജയും മാംസവും ഒക്കെയുള്ള. ഇടയ്ക്ക് ഏത് മനുഷ്യനും ദേഷ്യം പിടിക്കില്ലേ? അയാൾ പറഞ്ഞാണ് പോലും കടക്ക് പുറത്ത്. എന്നാൽ വീടില്ലാത്ത പഞ്ചപാവങ്ങൾക്ക് 5 ലക്ഷം വീട് ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച് കടക്കകത്ത് എന്ന് പറയുന്നയാളാ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ വസ്തുത പറയാതെ അപഖ്യാതി പറയുക, നുണ പ്രചരിപ്പിക്കുക, ഇല്ലാക്കഥകൾ സൃഷ്ടിക്കുക, ഇങ്ങനെ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തി കളയാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളികളുടെ സ്വർഗത്തിലാവാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് സഖാബ് ടിപിക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അനുവാചിക നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ 3ാമതും അധികാരത്തിൽ കൊണ്ടുവരണം. ഇടതുപക്ഷമല്ലാതെ മറ്റാരുണ്ട്? വിഷുവിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് 4000 രൂപ ക്ഷേമ പെൻഷനിതായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരാഴ്ചക്കകം നമ്മുടെ കൈകളിൽ കിട്ടാൻ പോവുകയാണ്. ഇടതുപക്ഷമല്ലാതെ മറ്റാരുണ്ട്? ഞാൻ നിർത്തുന്നു.